മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA-മാരോട് ഇപ്പം എന്തുകൊണ്ട് രോഷാകുലരാവെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചു ഒരു സമുദായ നേതാവ് ഇറങ്ങി വന്നു നിന്നിട്ട്. എന്തിനാണ്? കേരളത്തിൽ ഒരു മുസ്ലിം ഹിന്ദു ഡിവൈഡ് ഉണ്ടാക്കാൻ, അങ്ങനെ BJPക്ക് വോട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ വിഷനാവുമായിട്ട് ഇറങ്ങി തിരിഞ്ഞപ്പോൾ അന്ന് ഷാഫി മിണ്ടിയില്ല. എന്നിട്ടും ഷാഫി നിങ്ങൾ എന്തേ മിണ്ടാത്തത് എന്നാരും ചോദിച്ചില്ല. അദ്ദേഹത്തെ കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. അന്ന് മിണ്ടിയ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ പേരാണ് VD സതീശൻ. ആ VD സതീശൻ മുഖ്യമന്ത്രിയാകാനാണ് ഈ ഷാഫി അടക്കം പണിയെടുക്കുന്നത് എന്നിവർ വിചാരിച്ചു. പക്ഷേ ജയിച്ചു കഴിയുമ്പോൾ VD സതീശനെ വെട്ടാനാണ് ഇവരുടെ എല്ലാം പരിപാടി എന്ന കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇമോഷണൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ അപരവൽക്കരിച്ചും ഞങ്ങളെ വെറുപ്പിൻ്റെ വഴിയിലേക്ക് തള്ളിയിട്ടും കേരളത്തിലാകമാനം കമ്മ്യൂണൽ ഡിബേറ്റ് ഉണ്ടാക്കാൻ ഒരാൾ ശ്രമിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ ഒരു നേതാവ്, അയാൾ സ്വാഭാവികമായിട്ടുള്ളൊരു ചോയ്സാണ്, നാച്ചുറൽ ചോയ്സ് എന്ന് പറയില്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അത് വെട്ടാൻ നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കേരളത്തിൽ എന്ന് പറയുന്ന ഐഡിയയോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് എന്നാണ്. ആ ക്വസ്റ്റ്യൻ ഷാഫി നേരിടുകയാണ്. എനിക്ക് ഷാഫിയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊന്നും എന്തെങ്കിലും അദ്ദേഹം ആ നിലയ്ക്ക് ആ ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം എപ്പോഴും വളരെ സെക്യുലർ ആൻഡ് സേഫ് പൊളിറ്റിക്സാണ് കളിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന നാം കണ്ടിട്ടില്ല. ആ വിമർശനം ഉന്നയിക്കും അദ്ദേഹത്തിന് എപ്പോഴും പ്രശ്നമാണ്. അദ്ദേഹം അങ്ങനെ എല്ലായിടത്തും അദ്ദേഹം മാത്രമായി എല്ലാ വിഷയത്തിലും സീരിയസ് ആയി ഇടപെടണം, അഭിപ്രായം പറയണം ഞാൻ പറയില്ല. പക്ഷെ അദ്ദേഹം ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു നേതാവായിട്ട് ഉയർന്നു വരുമ്പോൾ സീരിയസ് ആയ പൊളിറ്റിക്സ് കൂടി പറയുന്നത് നന്നാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കോൺഗ്രസിനെ മേൽ വലിയ ചാപ്പകൾ വരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് മേൽ ഇപ്പോൾ പാലക്കാട്ടെ സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ MLA-യുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങൾ വരുന്നു വന്ന ഘട്ടത്തിൽ, VD സതീശൻ ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ എല്ലായ്പ്പോഴും അദ്ദേഹം അവലംബിച്ച ഒരുതരം മൗനമുണ്ട്. ആ മൗനം എന്ന് പറയുന്നത് അദ്ദേഹം അന്നൊക്കെ അതിനെ മറികടന്നു പോയി. ഒരു ദിവസം അദ്ദേഹം അതിന് പേ ചെയ്യേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മനുഷ്യൻ UDFനെ വിജയിപ്പിച്ച മനുഷ്യരുടെ പൊതു താല്പര്യത്തിന് കുറുകെ നിൽക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അതാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തെ ഹൊയ് വിളിച്ചു നടന്ന ആൾക്കാർ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്നത് വഞ്ചനയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് ആരോടാ പറയുന്നത്? ഷാഫിയോട് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയോട് പറയുന്നു. ഞങ്ങളുടെ താല്പര്യത്തെ മാനിക്കാതെ നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കിയാൽ അടുത്ത തവണ വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് UDFന്റെ പ്രവർത്തകർ കമൻറ്റ് പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയോട്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി ഒരു വേറെ അഭിപ്രായം പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. സോ അതുകൊണ്ട് ഷാഫി പറമ്പിൽ മാത്രം നേരിടുന്ന പ്രശ്നമല്ല. അപ്പോൾ നിങ്ങളെ ഒരു ഫെയർ പൊളിറ്റിക്സ് അല്ല നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ട് എല്ലാ ജനങ്ങളെയും കണ്ണുകെട്ടി കളിക്കാൻ പറ്റുന്ന ഒരു കളിയൊന്നും ഇവിടെ രാഷ്ട്രീയത്തിലില്ല. എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. സോ അതാണ് ഷാഫിയുടെ കാര്യത്തിൽ. ഷാഫി ഏതെങ്കിലും ഒരു ദിവസം പേ ചെയ്യപ്പെടേണ്ട ദിവസം ഉണ്ടാവും. ആ ദിവസത്തിലേക്ക് അയാൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു.